കേരളത്തിന്റെ റാപ്പ് സംഗീത രംഗത്ത് ശബ്ദമില്ലാത്തവർക്ക് ശബ്ദമായ അനീതിക്കും അസമത്വത്തിനുമെതിരെ തന്റെ വരികളിലൂടെ പോരാടുന്ന ഒരു കലാകാരൻ. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വേടന്റെ പേര് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. വേടന്റെ സംഗീതം രാഷ്ട്രീയമാണ്. അവൻ പാടുന്നത് സമൂഹത്തിലെ അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടിയാണ്. കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ ഘടനയിൽ അടിസ്ഥാന വർഗത്തിൽപ്പെട്ടവർ, തൊഴിലാളികൾ, ദളിതർ, ആദിവാസികൾ, ന്യൂനപക്ഷങ്ങൾ ഇവർക്ക് വേണ്ടി അവൻ ശബ്ദമുയർത്തുന്നു. വേടന്റെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് ഇത്ര തിടുക്കത്തിൽ ശാസ്ത്രീയമായ പരിശോധന പോലും നടത്താതെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയത്? സമൂഹത്തിന്റെ അടിത്തട്ടിൽ നിന്നും ഉയർന്നു വരുന്ന ശബ്ദങ്ങൾ അവ അധികാരത്തെ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ എപ്പോഴും അടിച്ചമർത്തപ്പെടാനുള്ള ശ്രമങ്ങൾ നേരിടാറുണ്ട്. എല്ലാവർക്കും നമസ്കാരം. കേരളത്തിന്റെ സാംസ്കാരിക സാമൂഹ്യ മണ്ഡലത്തിൽ ഒരുപാട് ചർച്ചകൾക്ക് വഴിവെച്ച ഒരു വ്യക്തിയെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ തുറന്നു കാട്ടപ്പെട്ട സാമൂഹിക യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ആ വ്യക്തി മറ്റാരുമല്ല, വേടൻ എന്നറിയപ്പെടുന്ന ഹിരൺദാസ് മുരളി. കേരളത്തിന്റെ റാപ്പ് സംഗീത രംഗത്ത് ശബ്ദമില്ലാത്തവർക്ക് ശബ്ദമായ അനീതിക്കും അസമത്വത്തിനുമെതിരെ തന്റെ വരികളിലൂടെ പോരാടുന്ന ഒരു കലാകാരൻ. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വേടന്റെ പേര് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഒരു കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അറസ്റ്റിലായതും തുടർന്ന് അദ്ദേഹം ധരിച്ചിരുന്ന പുലിപ്പല്ല് ലോക്കറ്റിന്റെ പേര് പറഞ്ഞ് വനം വകുപ്പ് അദ്ദേഹത്തിനെതിരെ എടുത്ത കേസും ഇതിനെല്ലാം പിന്നിൽ സമൂഹത്തിൽ ഉയർന്നു വന്ന ചർച്ചകളും ഇവയെല്ലാം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഈ സംഭവങ്ങൾ ഒറ്റ നോട്ടത്തിൽ ഒരു വ്യക്തിയുടെ അറസ്റ്റിന്റെ കഥ മാത്രമാണെന്ന് തോന്നാമെങ്കിലും ഇതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് സമൂഹത്തിലെ അടിസ്ഥാന വർഗത്തിൽപ്പെട്ട മനുഷ്യർ നേരിടുന്ന ഇരട്ട നീതിയുടെ, അസമത്വത്തിന്റെ, അധികാര ദുർവിനിയോഗത്തിന്റെ ഒരു വലിയ ചിത്രമാണ്. ഈ വീഡിയോയിൽ നമ്മൾ വേടന്റെ ജീവിതത്തിലൂടെയും ഈ സമീപകാല സംഭവങ്ങളിലൂടെയും ഈ ഇരട്ട നീതിയെ വിശകലനം ചെയ്യാൻ ശ്രമിക്കും. വേടന്റെ റാപ്പ് സംഗീതത്തിന്റെ രാഷ്ട്രീയവും അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന സാമൂഹിക വിഭാഗങ്ങളും ഈ സംഭവങ്ങളിൽ പ്രതിഫലിക്കുന്ന സാമൂഹിക രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യും. ഇതൊരു വ്യക്തിയുടെ കഥ മാത്രമല്ല, നമ്മുടെ സമൂഹത്തിന്റെ കാപഢ്യങ്ങളെ, അധികാരത്തിന്റെ ദുരുപയോഗത്തെ, അടിസ്ഥാന വർഗത്തിന്റെ ശബ്ദത്തെ അടിച്ചമർത്താനുള്ള ശ്രമങ്ങളെ തുറന്നു കാട്ടുന്ന ഒരു കണ്ണാടിയാണ്. വീഡിയോ കാണുന്ന എല്ലാവരും ഇഷ്ടപ്പെടുന്നുവെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. നമുക്ക് ആദ്യം വേടനെ കുറിച്ച് മനസ്സിലാക്കാം. വേടൻ എന്ന പേര് കേൾക്കുമ്പോൾ കേരളത്തിലെ യുവാക്കൾക്കിടയിൽ ഒരു തരംഗമാണ് ഓർമ്മ വരിക. വോയിസ് ഓഫ് വോയിസസ് എന്ന റാപ്പ് പാട്ടിലൂടെ ശ്രദ്ധ നേടിയ വേടൻ തൻ്റെ സംഗീതത്തിലൂടെ സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ ജീവിക്കുന്നവരുടെ വേദനകളും അനീതികളും പോരാട്ടങ്ങളും പാട്ടിലൂടെ പാടി. അവൻ്റെ വരികൾ വെറും വാക്കുകൾ മാത്രമല്ല, അവ ഒരു ജനതയുടെ ശബ്ദമാണ്. അവൻ്റെ റാപ്പുകൾ സിന്തറ്റിക് ലഹരി മരുന്നുകൾക്കെതിരെ ശബ്ദമുയർത്തവയാണ്. പക്ഷേ ഈ ശബ്ദം ചിലർക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. വേടന്റെ സംഗീതം രാഷ്ട്രീയമാണ്. അവൻ പാടുന്നത് സമൂഹത്തിലെ അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടിയാണ്. കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ ഘടനയിൽ അടിസ്ഥാന വർഗത്തിൽപ്പെട്ടവർ, തൊഴിലാളികൾ, ദളിതർ, ആദിവാസികൾ, ന്യൂനപക്ഷങ്ങൾ ഇവർക്ക് വേണ്ടി അവൻ ശബ്ദമുയർത്തുന്നു. അവൻ്റെ വരികൾ അധികാരത്തിന്റെ കോട്ടകളെ ചോദ്യം ചെയ്യുന്നു. ഈ രാഷ്ട്രീയം തന്നെയാണ് വേടനെ ഒരു ജനപ്രിയ കലാകാരനാക്കിയതും അതേസമയം ചില ശക്തികൾക്ക് ഒരു ഭീഷണിയായി മാറിയതും. ഇനി നമുക്ക് സമീപകാല സംഭവങ്ങളിലേക്ക് വരാം. 2025 ഏപ്രിൽ 28 വേടന്റെ പേര് വാർത്തകളിൽ നിറയുന്നത്. തൃപ്പൂണിത്തറയിലെ അവൻ്റെ ഫ്ളാറ്റിൽ നിന്ന് 5 ഗ്രാം കഞ്ചാവ് കണ്ടെടുത്തതിൻ്റെ പേര് പറഞ്ഞ് പോലീസ് അവനെ അറസ്റ്റ് ചെയ്തു. വേടനൊപ്പം മറ്റ് 8 പേരും ഫ്ളാറ്റിലുണ്ടായിരുന്നു. അവർ പരിപാടിയുടെ ആലോചനയ്ക്കായി ഒത്തുകൂടിയതാണെന്നാണ് വിശദീകരണം. NDPS ആക്ട് പ്രകാരം കേസെടുത്തു. പക്ഷേ ഈ കേസിൽ വേടനും മറ്റുള്ളവർക്കും സ്റ്റേഷൻ ജാമ്യം ലഭിച്ചു. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. 5 ഗ്രാം കഞ്ചാവ് ഇത് വളരെ ഒരു ചെറിയ അളവാണ്. NDPS ആക്ട് പ്രകാരം ഇത്തരം ചെറിയ അളവ് വ്യക്തിഗത ഉപയോഗത്തിനുള്ളതാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത്. ഇതിൻ്റെ പേര് പറഞ്ഞ ഒരാളെ അറസ്റ്റ് ചെയ്യുന്നത്, അതും ഒരു പൊതുപ്രവർത്തകനും കലാകാരനുമായ വേടനെ പോലെയുള്ളവരെ ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തുന്നു. ഇതൊരു ലക്ഷ്യബോധമുള്ള നീക്കമായിരുന്നു. വേടന്റെ രാഷ്ട്രീയ ശബ്ദത്തെ നിശബ്ദമാക്കാനുള്ള ഒരു ശ്രമമായിരുന്നു. കഞ്ചാവ് കേസിൽ ജാമ്യം ലഭിച്ച് വേടൻ പുറത്തിറങ്ങുമ്പോൾ മറ്റൊരു കേസാണ് അവനെ കാത്തിരുന്നത്. വേടൻ ധരിച്ചിരുന്ന ഒരു ലോക്കറ്റ് പുലിപ്പല്ല് കൊണ്ടുള്ളതാണെന്ന് കണ്ടെത്തി വനം വകുപ്പ് അവനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു. വേടൻ പറഞ്ഞത് ഈ ലോക്കറ്റ് തായ്ലൻഡിൽ നിന്ന് ഒരു സുഹൃത്ത് സമ്മാനിച്ചതാണെന്നും അത് യഥാർത്ഥ പുലിപ്പല്ലാണോ അല്ലയോ എന്ന് തനിക്കറിയില്ലായിരുന്നു എന്നുമാണ്. ഇന്ത്യയിൽ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം 1972 ഈ നിയമപ്രകാരം പുലി പോലുള്ള സംരക്ഷിത മൃഗങ്ങളുടെ അവശിഷ്ടങ്ങൾ കൈവശം വയ്ക്കുന്നത് ഗുരുതരമായ കുറ്റമാണ്. ഇതിൽ ജാമ്യം ലഭിക്കാൻ പ്രയാസമാണ്. ശിക്ഷ 3 വർഷം മുതൽ 7 വർഷം വരെ ലഭിക്കാം. വനം വകുപ്പ് വേടനെ കസ്റ്റഡിയിലെടുത്തു. കോടനാട് റേഞ്ച് ഓഫീസിലേക്ക് കൊണ്ടുപോയി അവിടെ തെളിവെടുപ്പ് നടത്തി. പക്ഷേ ഇവിടെ വനം വകുപ്പിൻ്റെ തിടുക്കം ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തുന്നു. വേടനൊരു സാധാരണ വ്യക്തിയല്ല, അവനൊരു പൊതുപ്രവർത്തകനാണ്, സമൂഹത്തിൻ്റെ ശബ്ദമാണ്. അവൻ്റെ ലോക്കറ്റ് യഥാർത്ഥ പുലിപ്പല്ല് കൊണ്ടുള്ളതാണോ എന്ന് പരിശോധിക്കാൻ ഒരു ശാസ്ത്രീയ പരിശോധന നടത്തേണ്ടതായിരുന്നു. പക്ഷേ അത്തരമൊരു പരിശോധന നടത്തുന്നതിന് മുമ്പേ വനം വകുപ്പ് ജാമ്യമില്ല വകുപ്പ് ചുമത്തി. ഇതൊരു ലക്ഷ്യബോധമുള്ള നീക്കമായിരുന്നു എന്ന് തോന്നുന്നു. ഇവിടെ നമ്മൾ എത്തിച്ചേരുന്നത് ഈ സംഭവങ്ങളുടെ കാതലായ ഒരു ചോദ്യത്തിലാണ്: ഇരട്ട നീതി. വേടന്റെ കേസിൽ സമൂഹത്തിന്റെ അടിസ്ഥാന വർഗത്തിൽപ്പെട്ട ഒരു വ്യക്തിക്ക് നേരിടേണ്ടി വരുന്ന ഇരട്ട നീതിയുടെ വ്യക്തമായ ഉദാഹരണം നമുക്ക് കാണാൻ കഴിയും. നമുക്കിത് കുറച്ച് വിശദമായി പരിശോധിക്കാം. വേടന്റെ കഞ്ചാവ് കേസിൽ 5 ഗ്രാം എന്നത് വളരെ ചെറിയ അളവാണ്. സമാനമായ കേസുകളിൽ മറ്റ് പ്രമുഖ വ്യക്തികൾ, സിനിമാ താരങ്ങൾ, രാഷ്ട്രീയക്കാർ, ഉന്നത വർഗത്തിൽപ്പെട്ടവർ പിടിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അവർക്കെതിരെ ഇത്തരത്തിൽ കർശനമായ നടപടികൾ സ്വീകരിക്കപ്പെട്ടതായി നമ്മൾ കാണാറില്ല. വേടന്റെ കാര്യത്തിൽ കഞ്ചാവ് കേസിൽ ജാമ്യം ലഭിച്ച ഉടനെ തന്നെ പുലിപ്പല്ല് ലോക്കറ്റിന്റെ പേര് പറഞ്ഞ് വനംവകുപ്പ് ഒരു ജാമ്യമില്ലാ കേസ് ചുമത്തി. ഇത് യാദൃശ്ചികമാണോ? നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം. 2015 പ്രശസ്ത നടൻ മോഹൻലാലിനെതിരെ വനം വകുപ്പ് ഒരു കേസെടുത്തിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ആനക്കൊമ്പ് കണ്ടെടുത്തതിൻ്റെ പേരിൽ.
പക്ഷേ ആ കേസിൽ മോഹൻലാലിനെ അറസ്റ്റ് ചെയ്തില്ല. കേസ് അന്വേഷണം കൊടനാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർക്ക് കൈമാറി. പിന്നീട് അത് അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ച് അവസാനിപ്പിച്ചു. മോഹൻലാൽ ഒരു സൂപ്പർ സ്റ്റാർ ആയതുകൊണ്ടാണോ ഈ പ്രത്യേക പരിഗണന ലഭിച്ചത്? വേടന്റെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് ഇത്ര തിടുക്കത്തിൽ ശാസ്ത്രീയമായ പരിശോധന പോലും നടത്താതെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയത്? ഈ വ്യത്യാസം തന്നെയാണ് ഇരട്ട നീതിയുടെ മുഖം. അധികാരമുള്ളവർ, സ്വാധീനമുള്ളവർ, ഉന്നത വർഗത്തിൽപ്പെട്ടവർ, ഇവർക്ക് നിയമം ഒരു രീതിയിലാണ്. പക്ഷേ വേടനെ പോലെ അടിസ്ഥാന വർഗത്തിൽ നിന്ന് ഉയർന്നു വന്ന സമൂഹത്തിൻ്റെ അടിത്തട്ടിൻ്റെ ശബ്ദമായ ഒരാൾക്ക് നിയമം മറ്റൊരു രീതിയിലാണ്. വേടന്റെ റാപ്പ് സംഗീതം രാഷ്ട്രീയമാണ്. അവൻ്റെ വരികൾ അധികാരത്തിൻ്റെ കോട്ടകളെ ചോദ്യം ചെയ്യുന്നു. സിന്തറ്റിക് ലഹരി മരുന്നുകൾക്കെതിരെ, സാമൂഹിക അനീതികൾക്കെതിരെ, അസമത്വത്തിനെതിരെ അവൻ തൻ്റെ സംഗീതത്തിലൂടെ പോരാടുന്നു. പക്ഷേ ഈ രാഷ്ട്രീയ ശബ്ദം ചില ശക്തികൾക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്നു. വേടന്റെ അറസ്റ്റിനെ, പുലിപ്പലി കേസിനെ ഈ പശ്ചാത്തലത്തിൽ നിന്ന് വേർതിരിച്ച് കാണാൻ കഴിയില്ല. അവൻ്റെ ശബ്ദം നിശബ്ദമാക്കാനുള്ള ഒരു ലക്ഷ്യബോധമുള്ള ശ്രമമായി ഇതിനെ കാണേണ്ടതുണ്ട്. സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും ഉയർന്നു വരുന്ന ശബ്ദങ്ങൾ അവ അധികാരത്തെ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ എപ്പോഴും അടിച്ചമർത്തപ്പെടാനുള്ള ശ്രമങ്ങൾ നേരിടാറുണ്ട്. നമുക്ക് ചരിത്രത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാം. ലോകമെമ്പാടും അടിസ്ഥാന വർഗത്തിൻ്റെ ശബ്ദമായി ഉയർന്നു വന്ന കലാകാരന്മാർ, പോരാളികൾ, എഴുത്തുകാർ, ഇവർ എപ്പോഴും അധികാരത്തിൻ്റെ കണ്ണിലെ കരടായിരുന്നു. അമേരിക്കയിലെ ഹിപ്ഹോപ്പ് സംഗീതം ഉയർന്നു വന്നപ്പോൾ അത് ആഫ്രിക്കൻ അമേരിക്കൻ സമൂഹത്തിൻ്റെ വേദനകളും പോരാട്ടങ്ങളും പാടിയിരുന്നു. പക്ഷേ ആ സംഗീതത്തെ ക്രിമിനൽ എന്ന് മുദ്രകുത്തി അതിൻ്റെ ശബ്ദത്തെ അടിച്ചമർത്താൻ ശ്രമങ്ങൾ നടന്നു. കേരളത്തിൽ വേടന്റെ റാപ്പ് സംഗീതവും ഇതേ പാതയിലാണ്. വേടന്റെ കേസ് അധികാര ദുർവിനിയോഗത്തിന്റെ ഒരു വ്യക്തമായ ഉദാഹരണമാണ്. പോലീസും വനം വകുപ്പും കാണിച്ച തിടുക്കം ഒരു വ്യക്തിയെ ലക്ഷ്യം വെച്ചുള്ള നീക്കമാണെന്ന് സംശയിക്കാനിടയുണ്ട്. 5 ഗ്രാം കഞ്ചാവിൻ്റെ പേര് പറഞ്ഞ് അറസ്റ്റ് ചെയ്യുക, ജാമ്യം ലഭിച്ച ഉടനെ പുലിപ്പല്ലി ലോക്കറ്റിൻ്റെ പേര് പറഞ്ഞ് ജാമ്യമില്ലാ കേസ് ചുമത്തുക, ഇതെല്ലാം ഒരു ആസൂത്രിതമായ നീക്കത്തിൻ്റെ ലക്ഷണങ്ങളാണ്. വേടന്റെ രാഷ്ട്രീയ ശബ്ദം, അവൻ്റെ പാട്ടുകളിലെ അനീതികൾക്കെതിരായ നിലപാടുകൾ, ഇവയെല്ലാം ചില ശക്തികൾക്ക് ഭീഷണിയായിരിക്കാം. അതുകൊണ്ടാണ് അവനെ നിശബ്ദമാക്കാൻ ഇത്തരം നീക്കങ്ങൾ നടക്കുന്നത്. കേരളത്തിൻ്റെ, ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയിൽ അധികാരമുള്ളവർക്കും പണമുള്ളവർക്കും ഒരു നീതിയും അടിസ്ഥാന വർഗത്തിൽപ്പെട്ടവർക്ക് മറ്റൊരു നീതിയുമാണ് ലഭിക്കുന്നത്. വേടന്റെ കേസിൽ, പുലിപ്പല്ലി ലോക്കറ്റിൻ്റെ കേസിൽ ശാസ്ത്രീയ പരിശോധന പോലും നടത്താത്ത ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയത് ഈ പക്ഷപാതത്തിൻ്റെ വ്യക്തമായ തെളിവാണ്. മറുവശത്ത് സമാനമായ കേസുകളിൽ ഉന്നത വർഗത്തിൽപ്പെട്ടവർക്ക് പ്രത്യേക പരിഗണന ലഭിക്കുന്നു. ഉദാഹരണത്തിന് മോഹൻലാലിൻ്റെ ആനക്കൊമ്പ് കേസ് അന്വേഷണം പൂർത്തിയാക്കി അവസാനിപ്പിച്ചു, അറസ്റ്റ് പോലും നടന്നില്ല. വേടന്റെ കേസ് കേരള സമൂഹത്തിൻ്റെ അസമത്വത്തിൻ്റെ ഒരു കണ്ണാടിയാണ്. കേരളം പുരോഗമനപരമായ ഒരു സമൂഹമാണെന്ന് നമ്മൾ അഭിമാനിക്കാറുണ്ട്. ഉയർന്ന സാക്ഷരത, മെച്ചപ്പെട്ട ആരോഗ്യ സംരക്ഷണം, സാമൂഹ്യക്ഷേമ പദ്ധതികൾ, ഇവയെല്ലാം നമ്മുടെ നേട്ടങ്ങളാണ്. പക്ഷേ ഈ പുരോഗമന മുഖത്തിന് പിന്നിൽ ഒരു കറുത്ത മുഖമുണ്ട്. ദളിതുകൾ, ആദിവാസികൾ, തൊഴിലാളികൾ, ന്യൂനപക്ഷങ്ങൾ, ഇവർ ഇപ്പോഴും അനീതിയും അസമത്വവും നേരിടുന്നു. വേടൻ ഈ അടിസ്ഥാന വർഗത്തിൻ്റെ ശബ്ദമാണ്. അവൻ്റെ പാട്ടുകൾ ഈ അസമത്വത്തിനെതിരെ ഉയർന്നു വരുന്ന ഒരു പ്രതിഷേധമാണ്. ഈ സംഭവങ്ങളിൽ മാധ്യമങ്ങളുടെ പങ്കും നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. വേടന്റെ അറസ്റ്റിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ചില മാധ്യമങ്ങൾ കഞ്ചാവ് തുന്നിയിട്ട കുപ്പായം എന്ന തരത്തിൽ അവനെ അവഹേളിച്ചു. വേടന്റെ ജീവിതം, അവൻ്റെ പോരാട്ടങ്ങൾ, അവൻ്റെ സംഗീതത്തിൻ്റെ രാഷ്ട്രീയം, ഇവയെക്കുറിച്ച് സംസാരിക്കാൻ മാധ്യമങ്ങൾ തയ്യാറായില്ല. പകരം അവനെ ഒരു ക്രിമിനലായി ചിത്രീകരിക്കാൻ ശ്രമിച്ചു. ഇത് മാധ്യമങ്ങളുടെ പക്ഷപാതത്തിൻ്റെ മറ്റൊരു ഉദാഹരണമാണ്. വേടന്റെ സംഗീതം ഒരു പ്രതിരോധമാണ്. അവൻ്റെ വരികൾ അനീതിക്കെതിരെ, അസമത്വത്തിനെതിരെ, അധികാര ദുർവിനിയോഗത്തിനെതിരെ ഉയർന്നു വരുന്ന ഒരു ശബ്ദമാണ്. വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന പാട്ട് ഈ ശബ്ദത്തിൻ്റെ ഒരു പ്രതീകമാണ്. അവൻ്റെ കേസ് ഈ ശബ്ദത്തെ നിശബ്ദമാക്കാനുള്ള ഒരു ശ്രമമാണ്. പക്ഷേ വേടന്റെ ശബ്ദം നിശബ്ദമാക്കാൻ കഴിയില്ല. അവൻ്റെ പാട്ടുകൾ, അവൻ്റെ ആശയങ്ങൾ, അവൻ്റെ പോരാട്ടം, ഇവയെല്ലാം കേരളത്തിൻ്റെ യുവതലമുറയിൽ അടിസ്ഥാന വർഗത്തിൽ ഒരു തീപ്പൊരി ജ്വലിപ്പിച്ചിട്ടുണ്ട്. ഈ തീപ്പൊരി അനീതിക്കെതിരെ, അസമത്വത്തിനെതിരെ, ഇരട്ട നീതിക്കെതിരെ പ്രവർത്തിക്കുക തന്നെ ചെയ്യും. സുഹൃത്തുക്കളെ, വേടന്റെ കേസ് നമ്മുടെ എല്ലാവരുടെയും കേസാണ്. ഇതൊരു വ്യക്തിയുടെ മാത്രം പോരാട്ടമല്ല. ഇത് നമ്മുടെ സമൂഹത്തിൻ്റെ, നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ, നമ്മുടെ ഭാവിയുടെ പോരാട്ടമാണ്. നമ്മൾ ഇരട്ട നീതിക്കെതിരെ, അനീതിക്കെതിരെ, അസമത്വത്തിനെതിരെ ഒന്നിച്ചു നിൽക്കണം. വേടന്റെ ശബ്ദം നമ്മുടെ ശബ്ദമാണ്. അവൻ്റെ പാട്ടുകൾ നമ്മുടെ പാട്ടുകളാണ്. അവൻ്റെ പോരാട്ടം നമ്മുടെ കൂടി പോരാട്ടമാണ്.